ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 10th പ്രിലിംസിന് വീട്ടിലിരുന്ന് പഠിക്കുന്നവര്, സെൽഫ് സ്റ്റഡി ചെയ്യുന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എന്നെ മെയിൽ ലിസ്റ്റുകളിൽ എത്തിച്ച കാര്യങ്ങളാണ് ഇവയൊക്കെ. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ആദ്യത്തെ കാര്യമെന്ന് വെച്ചാല്, നമ്മള് ഇനിയുള്ള ദിവസങ്ങളില് ഒരിക്കലും OMR ഒരു 100 മാർക്കിന്റെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് അത് ചെയ്താലുള്ള കുഴപ്പം എന്താന്ന് വെച്ചാല്, നമ്മളെല്ലാം പഠിച്ചിട്ടായിരിക്കും നമ്മളിരിക്കുന്നത്. പക്ഷെ അഥവാ നമുക്ക് പിന്നെ ഒരെണ്ണം അറിയാൻ വയ്യാതെ നമുക്ക് വന്നാല്, പിന്നെ നമുക്ക് ടെൻഷനാവും. പിന്നെ നമുക്ക് ആകെ ഒരു കോൺസൻട്രേഷനും നമുക്ക് കിട്ടാതെ പോകും. നമ്മുടെ ആത്മവിശ്വാസവും പോകും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളില് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. പക്ഷെ ഒരിക്കലും OMRന് ഒരു 100 മാർക്കിന്റെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ചെയ്യണം. അത് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം, 1 2 ദിവസം, ഇനിയിപ്പോൾ 2 3 ദിവസം കൂടെ ഉണ്ടല്ലോ, ഏതെങ്കിലും 2 ദിവസം ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു 2 OMR ഒരു 100 മാർക്കിന്റെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ അല്ലാതെ നമ്മൾ ദിവസവും OMR ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ നമുക്കതിന്റെ കോൺഫിഡൻസ് പോകും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ടൈം മാനേജ്മെന്റിന് 1 2 മാത്രം ചെയ്ത് നോക്കുക. പിന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സബ്ജക്റ്റിന്റെയും മോക്ക് ടെസ്റ്റ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, നമ്മള് 2 ഘട്ടം ഇപ്പൊ നടന്നല്ലോ. ഒരെണ്ണം ക്യാൻസലാക്കി. എന്നാല് പോലും ആ 2 ഘട്ടവും നടന്നതിന്റെ നമ്മൾ ആ ആൻസർ കീ കണ്ടായിരുന്നല്ലോ. അപ്പോ അതിലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. നമ്മുടെ ആൻസർ കീയിലെ ഓപ്ഷൻസ്. അപ്പോൾ പിന്നെ നമുക്ക് ആൻസർ അല്ലാതെ ബാക്കി ഓപ്ഷൻസ് അതെന്തൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അതിരുന്ന് പഠിക്കാനായിട്ടല്ല. ആ ഓപ്ഷൻസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് വന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായല്ലോ? പിന്നെ മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, പിന്നെ നമ്മൾ എല്ലാ ഓപ്ഷൻസും കറക്റ്റായിട്ടൊന്ന് എല്ലാ ടോപ്പിക്സും. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, നമ്മള് ഈ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞിട്ട് എല്ലാ ടോപ്പിക്സും കറക്റ്റായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിന്റെ എല്ലാ ടോപ്പിക്സ് എടുത്തിട്ട്, ഇപ്പം നമുക്ക് കോച്ചിങ് സെന്ററിലൊക്കെ ആണെങ്കിൽ അവർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്കാണെങ്കിൽ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ് പഠിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ കൂടുതൽ അവർക്ക് നമ്മുടെ അടുത്ത് വന്നിരുന്നൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഒരു പരിമിതി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, എല്ലാ ടോപ്പിക്സും കറക്റ്റായിട്ട് കവർ ചെയ്തോന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ തയ്യാറാക്കുക. ജസ്റ്റ് ഒന്ന്. അപ്പോൾ പിന്നെ അതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നമ്മൾ മറന്നു പോകുന്ന വെറുതെ ഒന്ന് എഴുതി വെച്ചേക്കുക. അതായത് എല്ലാം എഴുതാനായിട്ടില്ല. നമുക്ക് ഏകദേശം നമുക്ക് മറന്നു പോകുന്ന മാത്രം ഒരു ക്വിക്ക് റിവിഷൻ പോലെ നമ്മളൊന്ന് എഴുതി വെക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഷോർട്ട് നോട്ട്സ് മാത്രം നോക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ ഈ പിന്നെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് കഴിഞ്ഞ്, പിന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ഓരോ സബ്ജക്റ്റിനും മാർക്ക് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെച്ച്. അപ്പോൾ ഈ മാർക്ക് ചെയ്യാത്ത നമ്മൾ കൂടുതൽ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അയ്യോ ഞാനിത് പഠിച്ചില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്യാത്തവ നമ്മൾ കൂടുതൽ ഇനിയൊന്നും വേറെ പുതിയതായിട്ട് പഠിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മാർക്ക് ചെയ്തവ മാത്രം നമ്മൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായല്ലോ? പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് ടൈം കേരളത്തിലെ അവാർഡുകൾ, അതായത് ഈ എഴുത്തച്ഛൻ അവാർഡ്, വയലാർ അവാർഡ്, അങ്ങനെയുള്ള അവാർഡ്സുകളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ നമ്മളൊന്ന് ജസ്റ്റ് പിന്നെ ഒരു എന്തെങ്കിലും ഒരു കീവേഡ്സ് കൊടുത്ത് നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ പെട്ടെന്നത് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കും. എന്തെങ്കിലും ഒരു എല്ലാത്തിൻ്റെയും കൂടി ഒരു കീവേഡ്സ് കൊടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മളത് മറക്കത്തില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, അഞ്ചാമത്തെ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കോച്ചിങ് സെന്ററിൽ പോകുന്ന ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക ഓരോ ടോപ്പിക്സ്. അപ്പോൾ അവിടെ അത് പറഞ്ഞു, ഇത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ കൊച്ചു പിള്ളേരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ പോലും നമ്മൾ അങ്ങനെ കഴിവതും ശ്രമിക്കാതിരിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ആത്മവിശ്വാസം നിലനിർത്താനായിട്ട് ശ്രമിക്കുക. നല്ല കോൺഫിഡൻസോടെ, നല്ല കൂളായിട്ടുള്ള മനസ്സോടെ നമ്മൾ പഠിച്ചതെല്ലാം നമ്മളൊന്ന് നോക്കി പോവുക.
അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഞാനിപ്പോൾ 5 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് OMR, പിന്നെ ബാക്കി കാര്യങ്ങൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുക. ലാസ്റ്റ് ടൈം നോക്കേണ്ട കാര്യം 2 ഘട്ടത്തിൻ്റെ ഓപ്ഷൻസ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നോക്കുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മാർക്ക് ചെയ്തവ മാത്രം നമ്മളൊന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. മാർക്ക് ചെയ്യാത്തവയും ഒന്നും നമ്മൾ നോക്കരുത്. പിന്നെ മറ്റൊരു കാര്യം, മാത്സിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാത്സ് നമുക്ക് ടഫ് ഉള്ളതാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഈ 2, 3 ദിവസം 1, 2 മണിക്കൂർ കൂടുതൽ എടുത്തിട്ട് നമ്മൾ പിന്നെ മാരത്തോൺ ക്ലാസ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് ടഫ് ടോപ്പിക്സോ നമ്മൾ എന്തൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം നമ്മൾ സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല എല്ലാ ടോപ്പിക്സും നമുക്ക് കവർ ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് എക്സാം നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.